ഫകാന ശൈഖു മശായിഖന സുയൂത്തി, നമ്മുടെ മശായിഖന്മാർ ഷെയ്ഖായ സുയൂത്തി ഇമാമ് ഇഖ്തസർ, മൂപ്പർ അതിനെ ചുരുക്കിയിട്ട് കുറച്ച് ഖുറാസിലാക്കി കൊണ്ടുവന്നു. എന്നിട്ട് മൂപ്പർ അതിന് പേര് വെച്ചത് ബിൽ ബഹജത്തിൽ ബഹിയ എന്നാണ് അലവിയിൽ കാണുന്നത്. പക്ഷേ ഇബ്തിയാഉൽ ഉസൂൽ കാണുന്നത് ബിൽ ബഹജത്ത് സുന്നിയ എന്ന് കാണാം. നോട്ടെ, ബിൽ അസ്മായി നബവിയ എന്ന കിതാബിന് കൊടുത്തു വഖ്തസറത്തു മിന്ന, ഞാൻ അതിൽ നിന്ന് എന്താ ചുരുക്കിയിട്ടത്ര അലത്തിസീന ഒരു 99 പേരാക്കി കൊണ്ടുവന്നു. വിഫ്ക അലി അസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന 99 അതനുസരിച്ച് ഞാൻ കൊണ്ടുവന്നു. അസാബിയത്തി അൽ മർദിയത്തി, തൃപ്തിപ്പെടുന്ന സ്ഥിരപ്പെട്ട പേരത്തേ ഉള്ളൂ 99. കാരണം അങ്ങനെയെന്ന് പറയാൻ കാരണം ഇത് കാല ഇബ്നു ഫാരിസ്, ഇബ്നു ഫാരിസ് പറയുന്നു ഹിയ അൽഫാനി വൈസറൂന എന്നാണ്. അസ്മാഉൽ ഹുസ്നയുടെ അബ്ജദ് കണക്കിലെടുത്താൽ 1200 വരുന്നു. ആ 1200 കണക്ക് വരുമ്പോ 99 പേരിലെത്തും. ആ 99 പേര് കണക്കാക്കി എടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. മൂപ്പര് പറയുന്നു ഇത്രോളം പേര് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒബിൽ ജുംലത്തി, ആകെ തുക പറഞ്ഞാൽ എന്താ പറയാറോ, കസറത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിൽ മുസമ്മ അൽ മുഷ്തറത്തി ബികസറത്തിൻ നുഅൂത്തി വൽ ഔസാദിന. മൊത്തത്തിൽ പറഞ്ഞാല് പേരുകൾ അധികരിച്ചു വരിക എന്നുള്ളത് അറിയിക്കുന്നുണ്ട് ആ ദാത്ത് വളരെ ശ്രേഷ്ഠമായതാണ് എന്ന്. എങ്ങനത്തെ അസ്മാകൾ അൽ മുസ്ഫിറത്തി ബികസറത്തിൻ നുഅൂത്തി വൽ ഔസാദി, വിശേഷണങ്ങളും സവിശേഷതകളെ അധികരിക്കും തോറും അങ്ങനെ അറിയിക്കുന്നത് എന്താ, മുസമ്മാക്ക് വലിയ സ്ഥാനമുണ്ട്. ഇത്രയും പേരൊരാൾക്ക് വരണമെങ്കിൽ ആ മഹത്തായ പേരെത്രയായിരിക്കണം, ആ തടി എത്ര ഉന്നതമായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ ഉദ്ധരിച്ചത് നസീമുർ റിയാദ് എന്ന് പറയുന്ന ശിഫാഉ സഖാമിന് എന്തുണ്ട് ഷറഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് 380 പേജിൽ കാണാം, 1-ാം വാല്യത്തിൽ അത് കാണും. പിന്നെ ഇബ്തിയാഉൽ ഉസൂൽ പരിശോധിച്ച 32 ഇത് കാണാൻ കഴിയും. ഇനി ഇഹ്യാഉൽ ബാക്കിയുള്ള കിതാബാണല്ലോ അവാരിബുൽ മആരിഫ് എന്ന കിതാബ്. അപ്പൊ ഈ അവാരിബുൽ മആരിഫിൽ കാണാം കാല ബഅദുഹും, ചില പണ്ഡിതർ പറയുന്നു ഫമിൻ അജല്ലി അസ്മാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഅ്ളമിഹാ മുതാബഖത്തൽ മുസമ്മ വഅഖിയ ബിതഖ്ദീമി, മുന്തിക്കൽ കൊണ്ട് ഏറ്റവും യോജിച്ചതും മുസമ്മയോട് യോജിച്ച നിലയിൽ വല്യമായ പുണ്യമായ പേര് മാതബത്തബിൽ ഖുർആൻ അലി, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ സ്ഥിരപ്പെട്ട ഒന്നാണ്. എന്താണ് ഇസ്മുഹു മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഏറ്റവും നല്ല പേര്. അതുകൊണ്ടാണ് വിധങ്ങൾക്ക് തെരഞ്ഞെടുത്തത് മനസ്സിലാക്കാം. അലി ഇബ്നു അഹ്മദ് റീലി എന്ന് പറയുന്ന തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ആ ബിസ്സമായി അഹ്മദ്, വാനവലോകത്ത് നബിക്ക് വിളിക്കപ്പെടുന്നത് അഹമ്മദി എന്നാണ്. ഒബിൽ അർലി, ഭൂമി ലോകത്ത് വിളിക്കപ്പെടുന്ന നാമം മുഹമ്മദി എന്നാണ്. ഒബിൽ ഇഞ്ചീലി, ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബിൽ അഹമ്മദ് എന്ന് കാണാം. ഒബിൽ തൗറാത്തി അബുൽ ഖാസിം എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പല നാമങ്ങൾ പല ഗ്രന്ഥങ്ങളിലൂടെ മുൻ വേദങ്ങളിലൂടെയും പേര് നൽകപ്പെട്ട വിശുദ്ധമായിരിക്കുന്ന കുറെ മുഹമ്മദ് എന്ന് കൊടുത്തു. ആ പേരാണ് ഏറ്റവും മുഖ്യമായതെന്ന് മനസ്സിലായത്. ഇത് ഇബ്തിയാഉൽ ഉസൂൽ 32-33 പേജുകൾ മറിച്ചാൽ കിട്ടും. وفي رواية محمد بن جبير بن مطعم رضي الله عنه عن أبيه, മഹാനവറുകളുടെ റിപ്പോർട്ടിൽ കാണാം വഖദ് സമ്മാഹു അല്ലാഹു തആല ഫീ കിതാബിഹി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിക്ക് വെച്ച പേര് മുഹമ്മദൻ എന്നാണ്. അത് ഖുർആൻ ഓതാല ആയത്തിൽ ഖൗലിഹി തആല വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുള്ളാഹ് വഖാല മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെയും പിതാവല്ല നബി. അവിടെ മുഹമ്മദ് പേര് കൊടുത്തത്. മുഹമ്മദ് അള്ളാഹുവിന്റെ തിരുദൂതരല്ലാതല്ല, അവിടെ മുഹമ്മദ് കൊടുത്തു. വിശുദ്ധ ഖുർആനിലെ പേര് അങ്ങനെയാണ്. ഇത് അഹമ്മദി എന്ന് പറഞ്ഞിട്ടുണ്ട്, നബിക്ക് പേര് അഹമ്മദ് എന്നുണ്ട്. അതെവിടെ ഈ ഖൗലിഹി തആല, അള്ളാഹിന്റെ വാക്കുകൊണ്ട് തന്നെ ഇക്കായത്തൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് പറഞ്ഞതെന്താ, ഞാൻ അവസാനത്തെ പ്രവാചകനൊന്നും അല്ല, എന്റെ പിറകിൽ ഒരു നബി വരാനുണ്ട് റസൂല്. ആ റസൂലിന്റെ പേര് അഹമ്മദ് എന്നാകുന്നു. മൂപ്പര് ഇഞ്ചിയിൽ പറഞ്ഞത് അങ്ങനെയാണ്.
അത് ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചീലി അഹമ്മദി എന്നായിരുന്നു. ഇത് വിശ്വസിക്കാതെ തള്ളി പറഞ്ഞത് കൊണ്ടല്ലേ ക്രിസ്ത്യാനി കാഫിറായത്. ഈ ഉദ്ധരണി നസീമുർ റിയാദ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കിതാബ് 381 കാണും. ലാ യഖ്ഫ അന്ന ജമീഅ അസ്മാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖത്തും മിൻ സിഫാത്തിൻ ഖാമത് ബിഹി തൂജിബു ലഹുൽ മദ്ഹ വൽ കമാല. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണതയെയും അതുപോലെ വാഴ്ത്തലിനെയും നിർബന്ധമാക്കുന്ന റസൂലുള്ളാഹിയുടെ ദാത്തിൽ നിൽക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അത്തരം ഗുണങ്ങളിൽ പിടിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേര് നബിന്റെ പേര് മുഴുവനും എന്ന. എന്തൊരു വിശേഷം അതിലുണ്ടോ ആ വിശേഷത്തിനനുസരിച്ച് പേര് ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടുത്തരണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലമ്മാ ഉരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി തങ്ങൾക്ക് ജന്മം നൽകപ്പെടുകയും അങ്ങനെ എന്തിനേറെ പറയുന്നു, അഖാൻഹു അഥവാ അയ്യൂബ് സാബിഉ വിലാദത്തിഹി ജദ്ദു അബ്ദുൽ മുത്തലിബ് കർഷിം, ഒരു കൂറ്റനാടിനെ കൊടുന്നുകൊണ്ട് പ്രസവിച്ച് എഴുന്നെന്ന് നബി തങ്ങളെ തൊട്ട് ഹഖീഖത്തർത്തു ആരെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്. അപ്പൊ സമ്മാഹു മുഹമ്മദൻ, അവർ തന്നെ പേരും വെച്ചു, മുഹമ്മദ് എന്ന് പേര് വെച്ചു. നേരത്തെ മങ്കൂസ് മൗലിൽ പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി ഭാഗം കൂടുതലുണ്ട്, അത് ഞാൻ പറയാണ്. ഫഖീലഹു യാ അബുൽ ഹാരിസ് മാ അമലക അല അൻ തുസമ്മിയഹു മുഹമ്മദൻ, മുഹമ്മദ് എന്നൊരു നാമകരണം കുട്ടിക്ക് നൽകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതാണ് അബു ഹാരിസ് എന്നവർ ചോദിക്കപ്പെടുകയുണ്ടായി. വലം തുസമ്മിഹി ബി അസ്മാഇ ആബാഇഹി, താങ്കൾ എന്തുകൊണ്ട് കുട്ടിന്റെ പിതാക്കന്മാരെ പേരിട്ടില്ല എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ വേറൊരു ലഫ്ള് കാണാം, വലൈസ മിൻ അസ്മാഇ ആബായിക വലാ ഖൗമിക, നിങ്ങളെ സമുദായത്തിന്റെ പിതാക്കന്മാരുടെ പേരിൽപ്പെട്ട പേരല്ല പേര്, പിന്നെന്തിനാ പേരിട്ടതെന്ന് ചോദിച്ചു. ഖാല അറദ്തു അൻ യഹ്മദഹുല്ലാഹ് ഫിസ് സമാഇ വയഹ്മദഹു അന്നാസു ഫിൽ അർദ്, ഭൂമിലോകത്ത് വെച്ച് അള്ളാഹു അല ജനങ്ങൾ നബിയെ പുകഴ്ത്തണം, വാനവലോകത്തില് അള്ളാഹ് നബിയെ പുകഴ്ത്തണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പറ്റുന്ന പദമാണ് മുഹമ്മദ് എന്ന പദം. അപ്പൊ ഹംദിന്റെ പരിപൂർണതയും നബിയിലുണ്ട്. അപ്പൊ മുഹമ്മദ് പേരിട്ടു, അല്ലെങ്കിൽ അഹമ്മദ് പേരിടാം. അഖൂലു, ആര് പറയാന്നറിയോ, സീറത്തുൽ അലവിയുടെ മുസല്ലിഫാണ് പറയുന്നത്. വഹാദാ ഹുവൽ മുവാഫിഖു ലിമസ്തഹറ അന്ന ജദ്ദഹു സമാ മുഹമ്മദൻ എന്ന് പേരിട്ടു. മുഹമ്മദ് എന്നാണ് പിതാമകൻ നബിക്ക് പേരിട്ടു. അത് പ്രചാരത്തിലുള്ളതാണ്. എങ്ങനെ പേരിട്ടു? ബി ഇൽഹാമിൻ അല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഭാഗത്ത് അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു. തഫാഉലൻ, അത് ശുഭലക്ഷണമായിട്ട്. എങ്ങനെ? ബി അയ്യുസറ ഹംദുൽ ഖൽഖി ലഹു ലികസറത്തി ഖിസാലി ഹമീദത്തില്ലത്തി യുഹമ്മദു അലൈഹ, നബിതങ്ങളെ പുകഴ്ത്താൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നബിയിലുണ്ട്. അത് അധികരിച്ച് വന്നതുകൊണ്ടാണ് സൃഷ്ടികളെല്ലാവരും നബി എന്ത് കാണുന്നറിയാമോ, സ്തുതിക്കണം. ആ സ്തുതിക്കൽ അധികരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അധികരിപ്പിക്കപ്പെടുക എന്നൊരു ശുഭലക്ഷണം അതിലുണ്ട്. വലിദാലിക, അതുകൊണ്ട് കാര അബിലാബി മഹമൂദ് എന്നീ പേരുള്ളതിനേക്കാൾ അബില മുഹമ്മദ് എന്നായി. വൈലാദാലിക, ഈ പറഞ്ഞതിലേക്ക് എന്തെന്നറിയാമോ, യുഷീറു ഹസ്സാൻ, നല്ല ഗായകനായ ഹസ്സാൻ എന്ന നിബിധങ്ങൾ അംഗീകരിച്ച പാട്ടുകാരനാണ് മൂപ്പര്. അങ്ങനെ മൂപ്പര് പോലും എന്താണെന്നറിയാമോ പാടിയിട്ടുണ്ട് പുകഴ്ത്തി. മുത്തനബിതങ്ങൾക്ക് പേര് നിന്ന് പിടിക്കപ്പെട്ട് നബിയെ പുകഴ്ത്തി വലിയതാക്കി കൊണ്ടുവരാൻ അല്ലാഹു തആല അർശുടേതായ അള്ളാഹുവിന്റെ നാമം മഹമൂദാണെങ്കിൽ നബിന്റെ പേര് മുഹമ്മദ് എന്നാണ് ഹസ്സാൻ എന്ന് പാടിയത്. അങ്ങനെയാണ്. ഇത് ഹനബിയിലെ 93-ാം പേജിൽ കാണും ഇൻഷാ അല്ലാഹ്. ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട്, അന്ന അബ്ദുൽ മുത്തലിബി ഇന്നമാ സമ്മാഹു മുഹമ്മദൻ, മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് നബിതങ്ങൾക്ക് പേരിട്ടത് മൂപ്പര് സ്വപ്നത്തിൽ കണ്ടു കുട്ടിക്ക് അങ്ങനെ പേരിടണം എന്ന്. അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സ്വപ്നമാണ്.
ആ സ്വപ്നാടിസ്ഥാനത്തിലാണ് മൂപ്പര് പേരിട്ടത് എന്നും ഇൽഹാം മുഖാന്തരമാണ് എന്നും ഉണ്ട്. വെറുതെ അല്ലാട്ടത്. ഹനബിയ 95 ഇത് കാണും. അതെന്താ പറയുന്നത്? ബറാഇബ്നു ആസിബ് തങ്ങളെ തൊട്ട് അവർ റിപ്പോർട്ട് ചെയ്തത് ഖാല ബറാഇബ്നു ആസിബ് തങ്ങൾ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലില്ലാഹി നിശ്ചയമായിട്ടും അല്ലാഹുണ്ട് ഖവാസ ചില പ്രത്യേകക്കാരുണ്ട് അല്ലാഹു തആലാക്ക് യുസ്കിനുഹുർ റഫിയ മിനൽ ജിനാൻ സ്വർഗീയ ലോകത്ത് വെച്ച് ഏറ്റവും ഉയർന്ന ഭാഗത്താണ് അല്ലാഹു താമസിപ്പിക്കുക. അങ്ങനെയുള്ള ചില പ്രത്യേകക്കാർ അല്ലാഹു തആലാക്കുണ്ട്. ഖാനു അഖറന്നാസി ജനങ്ങൾ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരായിരുന്നു അവർ. ഖാന അപ്പോ റാവി പറയാണ് ബറാന്നവർ പറയാണ് ഖുൽനാ യാ റസൂലല്ലാഹ് വകൈഫ ഖാനു അഖറന്നാസി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നബി ഓരെങ്ങനെ ഇത്ര വലിയ ബുദ്ധിമാന്മാരായ അതിന്റെ കാരണം എന്താണെന്ന്. ഖാന അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാമോ? കാന ഹിമ്മത്തുക്കും എന്നായിരിക്കണം, ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. കാന ഹിമ്മത്തും അവർക്കുള്ളതായ ഹിമ്മത്ത് മനക്കരുത്ത് അൽ മുസാബഖത ഇലാ റബ്ബിഹിം അസല്ല അള്ളാഹുവിലേക്ക് വേഗത്തിൽ മുൻകടക്കുക എന്നതായിരുന്നു അവിടെ മനക്കരുത്ത്. വൽ മുസാറഅത ഇലാ മാ യുർദിഹി അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഏതാണോ അതിലേക്ക് അവർ വേഗം ഉള്ളരുക എന്നതായിരുന്നു. വസഹദു ഫി ദുനിയ ഈ പ്രപഞ്ചത്തിലും അതിനുള്ള അവശിഷ്ടങ്ങളും അവർ പ്രപഞ്ച ത്യാഗികളായി മാറി. അതൊന്നും ഓൽക്ക് വേണ്ട. ഇതൊക്കെ ബുദ്ധിമാന്മാർ ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മളെ മാരിയല്ല, നമ്മളെ മനസ്സിലാക്കിയതുമല്ല. ഒബിരിയാസത്തിക ദുന്യാവിന്റെ നേതാവിത്വത്തിലും അവർ ആരെയും കൂശിയില്ല, അവരത് ഏറ്റെടുത്തതുമില്ല, അവർക്ക് ചിന്തിച്ചില്ല, മെയിൻ്റെയിൻ ചെയ്തില്ല. ദുന്യാവിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതും അവരെന്താക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, അതൊക്കെ ഒഴിവായി നിന്നു. അങ്ങനെ വഹാനത്ത് അലേഹിം ദുനിയാവ് അവർക്ക് അവസാനം അവരടുക്ക് വളരെ നിസ്സാരമായി കണ്ടു. അങ്ങനെ സമറു കലീലൻ കുറച്ച് അവരെന്താ ക്ഷമിച്ചു നിന്നു. വസ്തറാവു തവീരൻ ദീർഘമായ സുഖം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളുണ്ടോ? നമുക്ക് ദുനിയാവ് വേണ്ടേ? നമ്മൾ എത്രയോ പൈസ കിട്ടാൻ വേണ്ടി മോഹിക്കുന്നു. ഇവർക്കതൊന്നും വേണ്ട. ഇങ്ങനെയായിരുന്നു അള്ളാന്റെ ഔലിയാക്കളുടെ ജീവിതം. വറവു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. കാല അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, എന്ത് ബഅസ്തുൽ ഫുഖറാ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക്. ഇവിടെ കാണുന്നപ്പോ അങ്ങനെയാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ള എന്താന്ന് ചോദിച്ചാല് ഇവിടെ ബഅസത്തിൽ ഫുഖറാഉ തന്നെയാണ്. ഫുഖറാ അല്ല, ബഅസത്തിൽ ഫുഖറാഉ ഫുഖറാക്കൾ പറഞ്ഞയച്ചു, സാധുക്കൾ പറഞ്ഞയച്ചു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരവായ നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആരെ? റസൂലിന്റെ ദൂതനെ പറഞ്ഞയച്ചിട്ട് വയഖൂല യാ റസൂലല്ലാഹ്, അങ്ങനെ ആ ദൂതൻ ചെന്നിട്ട് നബിനോട് ചോദിക്കുന്നു, നബിയെ ഇന്നി റസൂൽ ഫുഖറാഇലൈക, അങ്ങയുടെ അടുത്തേക്ക് ദൂതന്മാരായി സാധുക്കൾ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ. ഫഖാല, ഇത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, മർഹബൻ ബിക വബിമൻ ജിഅത മിൻ ഇൻദിഹിം, നീ ആരുടെ അടുത്താണോ വന്നത് അവർക്കും സ്വാഗതം, നിന്നെ കൊണ്ടും സ്വാഗതം എന്ന് പറഞ്ഞ് നബി തങ്ങൾ വേഗത്തിൽ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചിട്ട് പറയുന്ന നബി തങ്ങളോട്, ഇദ്ദേഹം ജിഅതു മിൻ ഇൻദി ഖൗമിൻ, ഒരു വിഭാഗത്തു നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് നബിയെ. ഉഹിബ്ബുഹും, ഞാൻ അവരെ ഇഷ്ടം വെക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അവർ, അവരടുത്തുനിന്നാണ് നബിയെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത്. എന്നിട്ട് പറയുന്നു, വഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് ദൂതൻ പറയുന്നു, ഇന്നൽ ഫുഖറാ യഖൂലൂന ലക, സാധുക്കളായ ആളുകൾ നിങ്ങളോട് വിവരം പറയുകയാണെന്ത്, ഇന്നൽ അഗ്നിയാ ഖദ് ദഅവു ബിൽ ഖൈരി കുല്ലി, എല്ലാ നന്മകളും അതാ സമ്പത്തുള്ള ആൾക്കാർ കൊണ്ടുപോയി അവർ ധർമ്മം ചെയ്യുന്നു. അവർ പള്ളിയിലേക്ക് പോകാനല്ല സുഖം അവർക്കുണ്ട്, വീട്ടിലിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അവർക്കുണ്ട്, പള്ളി അവരെടുത്തു കൊടുക്കുകയാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ കണക്കുകളും എല്ലാ നന്മകളും അവർ കൊണ്ടുപോകുന്നു നബിയേ എന്ന വറവാഹു ബഅദുഹും, ഇതിനെ ചില ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്. എന്ത്? ദഹബുൽ ജന്ന,
ചില ആൾക്കാർ പറയും നന്മ സ്വർഗം കൊണ്ടുപോയി അവർ കുംയഹജ്ജൂന അവർ ഹജ്ജ് ചെയ്യുന്നവരാണ്. വലാ നഖ്ദിറു അലൈഹി ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല നബിയെ. വയതസദ്ദഖൂന അവർ ധർമ്മം ചെയ്യുന്നു. വലാ നഖ്ദിറു അലൈഹി ഞങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കഴിവില്ല. വയുതിഖൂന അടിമകൾ അവർ മോചിപ്പിക്കുന്നുണ്ട്. വലാ നഖ്ദിറു അലൈഹി അടിമകളെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല നബിയെ. വൈദാ മരിദു അവർ രോഗികളായാൽ എന്ത് ചെയ്യും? അവർക്കുള്ള സമ്പത്ത് അവരുടെ ഔദാര്യം ആ സമ്പത്തിന് ബാക്കിയുള്ളവർ കൊടുത്തയക്കും. ദുഹറല്ലഹും അത് അവർക്കൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് വെക്കും. ഇങ്ങനെല്ലാം കഴിവുള്ളവരാണ് അവർ നബിയെ. അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫുഖറാ പറയുന്നത് നബിയെ. ആ ഒരു ആവലാതി അങ്ങയുടെ മുന്നിൽ അവിടെ ദൂതനായി വന്ന ഞാൻ ഇതാ കെട്ടിവെക്കുന്നു നബിയെ. ഇത് പറയുമ്പോ എന്തുണ്ടായി? എവിടെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അതാ ഹബീബായ നബി തങ്ങൾ പറയുന്നു എന്ത്? എന്നെ തൊട്ട് സാധുക്കൾക്ക് നീ എത്തിച്ചു കൊടുക്കണം. എന്ത്? അന്നലിമൻ സബറ വഹതസബ മിൻഹും ഇവരിൽ നിന്ന് ആരാണോ ക്ഷമിച്ചത്, ആരാണോ കൂലി മോഹിച്ചത് അവർക്കുണ്ട് എന്ത്? സലാസ ഖിസാലി 3 കാര്യങ്ങളുണ്ട്. എന്താണ് 3 കാര്യം? ലൈസൽ അഗ്നിയായി മിൻഹാ ഷൈഉൻ ഈ 3 കാര്യങ്ങളിൽ നിന്ന് സമ്പത്തുള്ളവരാൾക്കും അത് കിട്ടൂല. അങ്ങനെ കിട്ടാത്ത 3 കാര്യങ്ങൾ സാധുക്കളായ ഫക്കീറന്മാർക്കുണ്ട്. ആ വിവരം എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നബി തങ്ങൾ അതാ വിശദീകരിക്കുകയാണ്. അമ്മൽ ഹസനത്തുൽ ഊല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഫഇന്ന ബിൽ ജന്നത്തി ഉറഫൻ മിൻ യാഖൂത്തിൻ അഹ്മറ ചുമന്ന മാണിക്കത്താലുള്ള ഒരു മണിമാളിക സ്വർഗത്തിലുണ്ട്. യൻദുറു ഇലൈഹ അഹ്ലുൽ ജന്നത്തി സ്വർഗാവകാശികൾ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? കമാ യൻദുറു അഹ്ലുദ് ദുനിയാ ഇലൻ നുജൂമി ഫിസ് സമായി ആകാശ ലോകത്തിൽ രാത്രിയാമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിലേക്ക് ദുനിയാവിലുള്ള നമ്മൾ നോക്കുന്നത് പോലെ സ്വർഗത്തിലുള്ള ആളുകൾ ആ മാണിക്ക കൊട്ടാരത്തിലേക്ക് നോക്കുകയാണ്. ചുമന്ന മാണിക്കത്തിനാലുള്ള മണിമാളികയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ലായദുഖുലുഹ ആ ചുമന്ന മാണിക്കത്തിനാലുള്ള മാണിക്ക കൊട്ടാരത്തിൽ കടക്കൂല ഇല്ലാ നബിയുൻ ഒരു പ്രവാചകനും അല്ല, വലാ ഫഖീറുൻ ഒരു ഫഖീറും അല്ലാതെ കടക്കൂല, ഔ ഷഹീദുൻ ഫഖീറുൻ അല്ലെങ്കിൽ ഫഖീറായ ഷഹീദ്, ഔ മുഅ്മിനും ഫഖീറുൻ അല്ലെങ്കിൽ സാധുവായ മുഅ്മിൻ. ഒന്നിരിക്കൽ പ്രവാചകന്റെ സ്വർഗം, അല്ലെങ്കിൽ വെറും സാധുവായ മനുഷ്യൻ, അല്ലെങ്കിൽ സാധുവായ ഷഹീദായ മനുഷ്യൻ, അല്ലെങ്കിൽ സാധുവായ മുഅ്മിൻ. ഈ 4 ആ സ്വർഗത്തിൽ പോകൂല. അങ്ങനത്തെ ഒരു സ്വർഗം സാധുക്കൾക്കുണ്ട്. ഇത് സമ്പന്നന്മാർക്കില്ല. ഇതാണ് ഒരു കാര്യമെങ്കിൽ വൽ ഖസ്റതു സാനിയത്തു രണ്ടാമത്തെ കാര്യം തദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത സ്വർഗത്തിലേക്ക് സാധുക്കൾ കടക്കും. ഖബ്ലൽ അഗ്നിയായി മുതലാളിമാർ കടക്കുന്നതിന് മുമ്പ് ബിനിസ്ഫി യൗമിൻ ഒരു ദിവസത്തിന്റെ പകുതിക്ക് മുമ്പ് തന്നെ ആര് പോകും? സാധുക്കള്. അത് കഴിഞ്ഞിട്ടേ സമ്പത്തുള്ളവർ സ്വർഗത്തിലേക്ക് വരികയുള്ളൂ. സമ്പത്തുണ്ട് എന്ന് കരുതിയോണ്ട് സ്വർഗത്തിലേക്ക് വേഗം പോകൂല. സാധുക്കളാണ് പോവുക. ആ ഒരു ദിവസം ദുന്യാവത്തെ ദിവസമല്ല. വഹുവ ആ ദിനം മിഖ്ദാറു 500 ആം 500 കൊല്ലം ദീർഘമുള്ള കണക്കുള്ള ദിനമാണ്. 500 കൊല്ലത്തിന്റെ പകുതി അത് കഴിഞ്ഞിട്ട് അവർ എത്രയാവും? 500 കൊല്ലം 250. 250 വർഷം കഴിഞ്ഞിട്ടേ മുതലാളിമാർ സ്വർഗത്തേക്ക് പോകുള്ളൂ. അതിന്റെ ഭാര്യ പോകും, പാപങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഇത് രണ്ടേ. വൽ ഹസനതു സാലിസത്തും മൂന്നാമത്തെ കാര്യം ഏതാണെന്നറിയാമോ? ഇദാ ഖാലൽ ഫഖീറു സാധുവായ മനുഷ്യൻ പറയുന്നു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മുഖ്ലിസൻ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അവന് കിട്ടുന്നതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഇത് സമ്പത്തുള്ള ആൾക്കില്ല. എന്നാൽ സമ്പത്തുള്ള ആളും ഇതുപോലെ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലോ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞാലും ലം യലഖിൽ ഫഖീരി ഫീ ഫളിഹി സാധുവിന്റെ ശ്രേഷ്ഠതയിൽ സാധുവിനോടെത്താൻ ആരെ കൊണ്ട് കഴിയൂല. സമ്പത്തുള്ള ആളുകൾക്ക് ചേരാൻ കഴിയൂല. വിവേക്കിലാണ്. സാധുവായ മനുഷ്യൻ ലഭിക്കേണ്ട ഇരട്ടി പ്രതിഫലം അതാർക്ക് കിട്ടൂല, സമ്പത്തുള്ള ആളുകൾക്ക് കിട്ടൂല.
وإن أنفق الغني معها 10,000 درهم لا إله إلا الله سبحان الله والحمد لله ولا إله إلا الله والله أكبر എന്ന ഈ വചനത്തോടുകൂടെ സമ്പത്തുള്ള ഒരാൾ 10,000 വെള്ളി നാണയം ധർമ്മം ചെയ്തു വെച്ചോ, എന്നാലും സാധുവിന് കൊടുക്കുന്ന ഇരട്ടി പ്രതിഫലം, സാധുവിന് കിട്ടുന്ന പുണ്യം അതിലേക്ക് എത്തിച്ചേരാൻ സമ്പത്തുള്ള ആൾക്ക് കഴിയൂല എന്ന് മുത്തു മുസ്തഫ മുഹമ്മദ് നബി തങ്ങൾ ആ ദൂതനോട് പറയുന്നു. പോരെ, സാധുവായി നമുക്ക് ജീവിക്കാനോ, അന്നാതെ ജീവിതം കഴിഞ്ഞാൽ പോരെ. സാധുക്കളായതുകൊണ്ട് സമുദായത്തിന് നിലയുണ്ടാവൂല, സമ്പന്നന്മാര് കൗനിക്കൂല, കല്യാണത്തിന് വിളിക്കൂല, സദസ്സിലേക്ക് കയറ്റിയിരുത്തൂല, ചെന്നാ തന്നെ കസാര ഇട്ടു തരൂല. അവൻ സാധുവല്ലേ, കണ്ടോട്ടെ. പക്ഷെ അള്ളാന്റെ മുന്നിലാണ് സ്ഥാനം. അങ്ങനെ സാധു ചിന്തിച്ചാൽ കഴിച്ചിലായില്ലേ. വകദാലിക പ്രകാരം തന്നെയാണ് ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെടുത്താലെല്ലാം അവനെടുത്താലും ആരോടുക്കെത്തൂല, സമ്പത്തുള്ള ആളെത്തൂല. റസൂൽ ഈ സന്തോഷം കൊണ്ട് നബിന്റെ തിരുവായത് കിട്ടിയ തിരുവാക്യങ്ങൾ കേട്ട് അതാ ദൂതൻ സാധുവിലേക്ക് ചെല്ലുന്നു, ഫുഖറാനടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞ ആ മുത്തുമണികൾ അതാ സാധുക്കളെ മുമ്പാകെ വിരിച്ചു കൊടുക്കുകയാണ്. ഫഖാലു ഇത് കേട്ടപ്പോൾ സാധുക്കളായ ആളുകൾ റളീനായ റബ്ബ റളീനാ, ഞങ്ങളാതാ ഞങ്ങൾക്ക് തൃപ്തിയായി എന്നാണ് സാധുക്കൾ പറയുക. പോരെ സാധുവിന്റെ സ്ഥാനം, ഇതിനു വലിയ സ്ഥാനം സാധുവിനെ എവിടെ കിട്ടാന്? അള്ളാന്റെ അടുക്കൽ മാത്രല്ല, നബിമാര് പോകുന്ന സ്വർഗം സമ്പത്തുള്ള ആൾ എത്ര ചെയ്താലും കിട്ടാത്ത ഗനി, അതല്ലേ വേണ്ടത്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ സാധുക്കളായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി ദിക്റൊക്കെ ചൊല്ലി നടന്നാൽ അൽഹംദുലില്ലാഹ് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി നാളെ